നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നിയന്ത്രിക്കാൻ പഠിക്കണമേ. من استطاع منكم ألا يحول بينه وبين الجنة ملء كف من دم امرئ مسلم أن يهرقا. നിങ്ങൾ ആരെങ്കിലും നരകത്തിന്റെ ഇടയിൽ നിങ്ങൾക്ക് മറ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കും സ്വർഗത്തിനും ഇടയിൽ മറ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യന്റെയും ഒരു ചിന്ത് ചോര പോലും, ഒരിറ്റ് ചോര പോലും നിങ്ങളുടെ കൈ അബദ്ധമായി വരരുത്, നിങ്ങളുടെ പങ്കാളിത്തം കൊണ്ടുണ്ടാവരുത്. ഒരു നിരപരാധിയായ മനുഷ്യനെ ഒരു നിലക്കും നിങ്ങൾക്ക് ഉപദ്രവിക്കാൻ അനുവാദമില്ലെന്ന് മാത്രമല്ല, ഒരു കുറ്റവാളിയാണെങ്കിൽ പോലും കുറ്റവാളിയെ ശിക്ഷിക്കേണ്ടത് കോടതിയാണ്, ജനങ്ങളല്ല. ഒരു മനുഷ്യന്റെ കൊലപാതകത്തിൽ നിങ്ങൾക്ക് പങ്കാളിത്തമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വർഗത്തിനിടയിൽ അത് മറയായി വരുമെന്ന് മഹാനായ റസൂലുള്ളാഹ് കുല്ലമാ തഅറദ ലിബാബിൻ മിൻ അബ്വാബിൽ ജന്ന. ചെയ്തു ഉംറക്കും ഹജ്ജിനും ദാനധർമ്മങ്ങൾക്കും കാരണമായി സ്വർഗത്തിലേക്ക് പോകാൻ ഏതെങ്കിലും ഒരു വാതിലിലേക്ക് ചെന്നെടുക്കുമ്പോൾ ഹാല ബൈനഹു വബൈന, ആ നിരപരാധിയായ മനുഷ്യന്റെ ചോര നിങ്ങളുടെയും സ്വർഗപ്രവേശനത്തിന്റെയും ഇടയിൽ തടസ്സമായി നിൽക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖംസുൻ, 5 കാര്യങ്ങളുണ്ട്, ലൈസ ലഹുന്ന കഫാറ, ആ 5 കാര്യങ്ങൾക്ക് പ്രായശ്ചിത്തമില്ല എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ, ഇമാം ഹൈതമി മുജ്മഉസ് സവായിദിൽ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസ്. 5 കാര്യങ്ങൾക്ക് പ്രായശ്ചിത്തമില്ല. ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ മറ്റാരെയെങ്കിലും ആരാധിക്കുന്നത്. ഖത്ലുൻ നഫ്സി ബിഗൈരി ഹഖ്ഖിൻ, നിരപരാധിയായ ഒരു ശരീരത്തെ കൊല ചെയ്യുന്നത്. വബഹ്തു മുഅ്മിനിൻ, മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് പച്ച നുണ പറഞ്ഞുണ്ടാക്കുന്നത്. വൽ ഫിറാറു മിനസ് സഹഫി, രാജ്യത്തിന്റെ പട്ടാളത്തിൽപ്പെട്ട ആളാണെങ്കിൽ, ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നെഞ്ചുവിരിക്കേണ്ട ആളാണെങ്കിൽ, ഒരു യുദ്ധമാസന്നമാകുമ്പോൾ പിന്തിരിഞ്ഞോടുന്നത് പ്രായശ്ചിത്തമില്ലാത്ത കുറ്റമാണത്രേ. വയബീനുൻ സ്വാബിറത്തുൻ യഖ്തഉ ബിഹാ മാലൻ ബിഗൈരി ഹഖ്ഖിൻ, അന്യായമായ ഒരു സമ്പത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പച്ച നുണ പറഞ്ഞ് ഡോക്യുമെന്റ് ഉണ്ടാക്കുന്ന, പച്ച നുണ പറഞ്ഞ് സത്യം ചെയ്യുന്ന ആളുകൾ, ഇതിനൊന്നും പ്രായശ്ചിത്തമില്ല എന്ന് നബി തങ്ങൾ പറയുന്നത് തൗബയില്ല എന്നല്ല. എന്നാൽ ഒരു മനുഷ്യനോട് അത്രമേൽ അല്ലാഹു വെറുപ്പുണ്ടാവാൻ കാരണമാണ് ഇത്തരം തിന്മകളെന്ന് പഠിപ്പിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ സ്വപ്നം കണ്ട ഒരു കഥ പറയുന്നുണ്ട് ഇമാം അബൂ നഈമുൽ അസ്ഫഹാനി. മഹാനായ അഹ്മദ് യഹ്യ ഇബ്നു ഹുസൈനുൽ ഖലാനിസി തങ്ങൾ റഅയ്തു റബ്ബി അസ്സ വജല്ല ഫിന്നൗം, അല്ലാഹുവിനെ സ്വപ്നത്തിൽ കാണാൻ പറ്റോ ഇല്ലയോ? ഉലമാഇന്റെ ചർച്ചയുണ്ട്, ജായിസ് ആണെന്നാണ്, പറ്റും. എങ്ങനെ? അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ കണ്ടിട്ടുണ്ട്, ഞാൻ ഈ പറയുന്ന ഇമാം ഖലാനിസി തങ്ങൾ കണ്ടിട്ടുണ്ട്, യഹ്യ ഇബ്നുൽ ഹുസൈൻ അൽ ഖലാനിസി തങ്ങൾ അല്ലാഹുവിനെ സ്വപ്നം കണ്ടു എന്നാണ്. അത് ഉലമാ അംഗീകരിച്ച വിഷയമാണ്, സത്യസന്ധനായ മനുഷ്യനാണ്, ആലിമാണ്. ഖുൽതു, ഞാൻ ചോദിച്ചു റബ്ബിനോട്, യാ റബ്ബി യഗ്ഫിർ ലീ മാ മദാ, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ തെറ്റുകളെ മാപ്പ് നൽകണമേ റബ്ബേ എന്ന് ഞാൻ റബ്ബിനോട് പറഞ്ഞു. അല്ലാഹുവിന്റെ മറുപടി വന്നു, ഇന്നറച്ചു അന്നഗ്ഫിറ ലക മാ മദാ ഫഅസ്ലിഹ് ലീ മാ ബഖി, ഞാൻ നിനക്ക് കഴിഞ്ഞ കാലം മാപ്പ് തരണമെങ്കിൽ വരാനിരിക്കുന്ന, ഇനി നിന്റെ ആയുസ് അവസാനിക്കുന്നത് വരേക്കുമുള്ള കാലം നീ സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യണം. ലക്ഷ്യം ഞാനാവണം, മാമൂലുകളാവരുത്. ലക്ഷ്യം ഞാനാവണം, നിന്റെ ശരീരത്തിന്റെ ഉയർച്ചയാവരുത്. ലക്ഷ്യം ഞാനാവണം, ജനങ്ങളുടെ പ്രശംസയാവരുത്. ലക്ഷ്യം ഞാനാവണം, ജനങ്ങളുടെ കയ്യടിയാവരുത്. ലക്ഷ്യം ഞാനാവണം, ആര് നിരൂപിച്ചാലും പിന്മാറരുത്. അങ്ങനെ എനിക്ക് വേണ്ടി നിനക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ കഴിഞ്ഞ കാലം ഞാൻ മാപ്പാക്കി തരാം. ഫഖുൽതു, ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞു, യാ റബ്ബി ഫഇന്നി അലൈഹി, അല്ലാഹുവേ നീ അതിനെന്നെ സഹായിക്കണമേ എന്ന് ഞാൻ അല്ലാഹുവിനോട് പറഞ്ഞുവെന്ന് മഹാനായ അഹ്മദ് യഹ്യ ഇബ്നുൽ ഹുസൈനുൽ ഖലാനിസി റഹ്മത്തുള്ളാഹി അലൈഹി. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. فخلف من بعدهم خلف, നമ്മുടെ സജ്ജനങ്ങളായ മുൻഗാമികൾക്ക് ശേഷം ഒരു തരം പിൻഗാമികൾ കടന്നു വന്നു. ഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉസ് സ്വലാഹ്, അവർ നിസ്കാരം ഇല്ലാതെയാക്കിയവരാണ്, നഷ്ടപ്പെടുത്തിയവരാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താ ഒരു നാട്ടിൽ മുസ്ലിമീങ്ങളുണ്ട് നിസ്കരിക്കൂല എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? എന്ത് മുസ്ലിം?
നമ്മളെ പെൺകുട്ടികള്, നമ്മുടെ ആൺകുട്ടികള് സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, നിസ്കരിക്കാൻ വല്ല സൗകര്യവും ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് സമയത്തെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചൂടെ? നിസ്കാരം നമുക്ക് നിർബന്ധമാണ്, കോംപ്രമൈസ് ഇല്ല. ഒരു നിലക്കും സാധിക്കുന്നില്ലെങ്കിൽ മാത്രമേ അള്ളാഹു അതിന് ഇളവ് തരൂ. ആ സമയം കഴിഞ്ഞിട്ടെങ്കിലും ഖളാ വിട്ടേണ്ടി വരും. ആ സമയത്ത് നിസ്കരിക്കണം. ഒരു നിലക്കും പറ്റില്ലേ, പിന്നെ അള്ളാഹുവിന്റെ അടുത്ത് ചോദ്യമില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹ. എന്നാലും സ്കൂളിലും കോളേജിലും ജോലിക്കും പോയി വരുമ്പോൾ ളുഹ്ർ ഖളാ, അസ്ർ ഖളാ, മഗ്രിബ് ഖളാ, എന്ത് പരിപാടിയാണ്? ഇങ്ങനെയാണോ നമ്മൾ പഠിക്കേണ്ടത്? അതിനാണോ പഠിക്കാൻ പോണത്? നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും അല്ലാഹുമായുള്ള നമ്മുടെ ബന്ധവും വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കണക്ട് ആകുന്നത് പിശാചിന്റെ നെറ്റ്വർക്കിലേക്കാണ്. അല്ലാഹുവിന്റെ നെറ്റ്വർക്കിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്താൽ പിന്നെ പോകുന്നത് പിശാചിന്റെ നെറ്റ്വർക്കിലേക്ക്, ഒരു സംശയവുമില്ല. 5 നേരം റബ്ബിന് സുജൂദിൽ കിടക്കുന്ന ഒരു നെറ്റി, ആ തലക്കുള്ളിലെ സ്കള്ളിൽ കിടക്കുന്ന ഒരു ബ്രെയിന് അല്ലാഹുവിനെ അല്ലാതെ ഇഷ്ടപ്പെടുകയില്ല. ആ സുജൂദ് അവിടെ കൊടുക്കാതിരുന്നാൽ ആ തലയിൽ കയറിക്കൂടുന്നത് പിശാചിന്റെ ചിന്തകളാണ്. എന്ത് സംശയം? فخلف من بعدهم خلف اضاعوا الصلاه. നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന ഒരു വിഭാഗം പിൻഗാമികളിൽ വരുന്നു. നിസ്കരിക്കില്ല എന്ന് മാത്രം അവിടെ നിൽക്കുന്നില്ല വിഷയം. ശരീരത്തിന്റെ ഇഷ്ടങ്ങളാണ് അവർ പിന്തുടരുന്നത്. കള്ളു പൊട്ടിക്കുക പെൺകുട്ടികൾ അല്ലേ? അത് എവിടുത്തെ ഹിജാബ് തട്ടം തലയിടുമ്പോൾ മുസ്ലിം മാപ്പിള കുട്ടികളാണെന്നല്ലേ വിചാരിക്കുക. അടുത്ത് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു, നാടുകൾ കാണുന്നു, എങ്ങോട്ടാ കുട്ടികളുടെ പോക്ക്. ഇവർക്ക് ഉമ്മി മാപ്പാരൊന്നും ഇല്ലേ? ആ കുട്ടികൾക്കാരും തർബിയത്ത് കൊടുത്തില്ലേ? അന്തിമമായും ആദ്യമായും അവരുടെ മാതാപിതാക്കൾ അതിന് ഉത്തരവാദികളാണ്. പിന്നെ ഉമ്മത്ത്. എല്ലാവരും ചെവിയിലും കാര്യം പറയാൻ പറ്റുമോ? സാധ്യമാണോ അത്? അവനവന്റെ വീട്ടിലെ സ്വന്തം മക്കൾ അവനെ നിയന്ത്രിക്കാൻ പറ്റണ്ടേ? എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും കള്ളു പൊട്ടിക്കുക എന്നൊക്കെ പറയാൻ അതിപ്പോ നിസ്സാരമായിട്ടോ കുറച്ച് കഴിഞ്ഞാൽ വളരെ ലാഘവമായി എല്ലാം വീട്ടിൽ നിന്ന് പൊട്ടിക്കുന്ന അവസ്ഥ വരും. ഇപ്പോൾ ഹോട്ടലിലും പോയിട്ട് ആ കാര്യം ചെയ്യുന്നുണ്ടാവുക. പിന്നെ സ്വന്തം കൺമുമ്പിൽ പള്ളിന്റെ മുമ്പിൽ നിന്നൊക്കെ തുടങ്ങും. ഇത് നമുക്കത് കണ്ടില്ല. മുൻകറിനെ ഇൻകാർ ചെയ്യണ്ടേ? ഒരു തെറ്റല്ലേ? തെറ്റിനെ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ മക്കൾക്ക് പറ്റാതെ പോയ എന്താവും? നിസ്കരിക്കാത്ത ഒരു വിഭാഗത്തെ ഖുർആൻ പറഞ്ഞു, അവര് സ്വന്തം ശരീരങ്ങളെ പിൻപറ്റുന്നവരാണ്. എന്താണ് പറഞ്ഞത്? എന്റെ ഇഷ്ടം. എന്താണ് ഇപ്പോഴത്തെ കുട്ടികൾ പറയാ? അതെന്റെ ഇഷ്ടം. Why should you be bothered about it? ഞാൻ ചെയ്യുന്നു, നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്താ ചോദിക്കുക അല്ലേ? എന്താ മോളെ ഇത് ചെയ്യുക? അതെന്റെ ഇഷ്ടമാണമ്മ, എനിക്കത് ഇഷ്ടമാണ്. അതിനാണ് ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്ക് അടിമയായി. ഈ ശരീരം നമ്മൾക്ക് ശത്രുവാണ്. ഇതാണ് ഖുർആൻ പഠിപ്പിച്ചത്. നമ്മുടെ ഈ ശരീരം നിന്റെ ആത്മാവ് ചുമക്കാനുള്ള ഒരു വാഹനമാണ്. നിങ്ങൾ ബസ്സിൽ നിന്ന് കയറിയിട്ട് ട്രെയിനിൽ കയറും, ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ കയറും അല്ലേ? ഭൂമിയിൽ നിന്ന് ഈ ബോഡി എടുത്തു വെച്ചിട്ട് വേറൊരു ബോഡിയിലേക്ക് കയറും. ഖബറിൽ നിന്ന് വേറൊരു ബോഡിയിലേക്ക് ഖിയാമത്ത് നാളിലേക്ക് പോവുക. ഇത് ബോഡികളാണ്, നമ്മുടെ റൂഹ് നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഈ ബോഡിക്ക് ഇഷ്ടം പിശാചിനെയാണ്. റൂഹ് അല്ലാഹു തന്നതുകൊണ്ട് ആ റൂഹ് നമ്മുടെ ദേഹത്ത് നിൽക്കുമ്പോ ആ റൂഹിനെ അല്ലാഹുമായി ബന്ധിപ്പിക്കുമ്പോഴേ സന്തോഷം ഉണ്ടാവൂ. റൂഹിനെ അല്ലാഹു ഡിസ്കണക്ട് ചെയ്താൽ ഈ ശരീരത്തിന് നമ്മൾ അടിമകളാണ്. എന്റെ ശരീരത്തിന്റെ ഇഷ്ടമാണ്. അതെന്തല്ല, ശരീഅത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു ന്യായീകരണമല്ല. നിസ്കരിക്കണ്ടേ? ശരീരം പറയും ഉറങ്ങല ഇഷ്ടം, എന്നാ പിന്നെ അതായിക്കോട്ടെ എന്നാ പറയുന്നത്. ശരീരത്തിന്റെ ഇഷ്ടമാണോ നോക്ക്. ആ ഇഷ്ടം അല്ലാഹുവിന് ഇഷ്ടമാണെങ്കിൽ നിഅമ വദാക്, അതാ വേണ്ടത്. നമ്മുടെ ഇഷ്ടവും അല്ലാഹുവിന്റെ ഇഷ്ടവും തമ്മിൽ അവിടെ വൈരുദ്ധ്യതയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ശരീരത്തിന് ആഗ്രഹമുണ്ട്, എന്റെ റബ്ബിന് ഇഷ്ടമല്ല, എന്നാ എനിക്കത് വേണ്ട. ഇതാണ് ഒരു മുസ്ലിമിന്റെ ഡിസിഷൻ. ഇതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ന് എന്റെ ഇഷ്ടമാണ് ആ ഒരു ബ്രാൻഡിൽ. ഇപ്പൊ ബെസ്റ്റിയാണ്, ഫ്രണ്ടൊക്കെ കഴിഞ്ഞപ്പോ ബെസ്റ്റിയാണ്. എന്തും ആവാം. ഫ്രണ്ട്ഷിപ്പിന്റെ അടുത്ത ലെവൽ ബെസ്റ്റി, എന്തും ആവാം. ഞങ്ങൾ എടുക്കുമ്പോൾ എവിടെ ഇരിക്കും, എന്തും ആയിക്കോട്ടെ. ആർക്കും ചോദ്യം ചെയ്യാൻ പാടില്ല, ആരും അവരെ ഉപദേശിക്കാനും പാടില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടത് നടക്കട്ടെ. മക്കളെ, നിങ്ങളുടെ ആഖിറ നഷ്ടപ്പെടുത്തരുത് എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം പറയാം. എക്സാം നടക്കുന്നുണ്ട്, ഒരു കുട്ടി പറയും എനിക്ക് ഇഷ്ടപ്പം അങ്ങനെ ഉറക്കൊഴിഞ്ഞിരിക്കാൻ സിനിമ കാണാനാണ്. എന്നാൽ ഈ ഇഷ്ടപ്പോൾ നടക്കുന്നവരെ എക്സാം ഫെയിൽ ആവൂലേ? അവന്റെ ഭാവി നഷ്ടപ്പെടൂലേ? അവളുടെ ഭാവി പോകില്ലേ? നമ്മൾ പറയില്ലേ മോളെ നീ ഫോണൊക്കെ എടുത്തു വെച്ചിട്ട് പഠിക്കാൻ നോക്കുന്നത് പറയില്ലേ? എന്ന പോലെ
ജീവിതത്തിൽ നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളെ തിരുത്തണമെന്ന് പറയുമ്പോൾ അത് സ്വദേശപരമാണെന്ന് മനസ്സിലാക്കി സ്വീകരിക്കുക വേണ്ടത്. വലിയൊരു അബദ്ധത്തിൽ ചെന്ന് ചാടിയതിനു ശേഷം നമുക്ക് തിരിച്ചു പോരാൻ കഴിയില്ല. യാ ലൈതലനാ കറ, പടച്ചവനെ ഞങ്ങൾക്കൊരു റിട്ടേൺ ബാക്ക്, ഭൂമിയിലേക്ക് ഞങ്ങൾക്കൊരു റിവേഴ്സ് പോകാൻ പറ്റുമോ, ഒരു യു ടേൺ അടിക്കാൻ പറ്റുമോ, റബ്ബിനോട് ചോദിക്കുന്നതാണ്. ഒരിക്കലുമില്ല, കഴിഞ്ഞു. ഒറ്റ ജീവിതമാണ് ഞാൻ തന്നിരുന്നത്, അത് നിങ്ങൾ കുതിര വിട്ട് നടന്നല്ലേ, ഇനി നിങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. യു ഹാവ് ടു സഫർ ദ കോൺസിക്വൻസ്. നിങ്ങൾ ചെയ്തതിന്റെ പരിണിത ഫലം നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. ഇത് പഠിപ്പിച്ചു തരാൻ 1,24,000 നബിമാര് വന്നു. ഒരു പ്രവാചകന്റെ ദൗത്യം നിർവഹിക്കുന്ന ഖുർആൻ നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. അതൊരു പ്രവാചകന് തുല്യമാണ് വിശുദ്ധ ഖുർആൻ. 21-ാം നൂറ്റാണ്ടിലും തലയെടുപ്പോടെ നിൽക്കുന്ന അത്ഭുതങ്ങളുടെ കലവറയാണ് അല്ലാഹുവിന്റെ ഖുർആൻ. അറിയാത്തവൻ എന്ത് പറഞ്ഞോട്ടെ, ഖുർആൻ മനസ്സിലാക്കിയവർക്ക് അത് ബോധ്യപ്പെടും. ആ ഗ്രന്ഥം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് മറന്നു പോകരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളായ അല്ലാഹു നമ്മളെ മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉമ്മത്ത് നിരാശപ്പെടരുത് എന്ന് പറയുകയാണ്. ഒരൊറ്റ ഹദീസ് കൂടെ, ഉമ്മത്തി മിഥലൽ മതർ, എന്റെ ഉമ്മത്ത് മഥലു ഉമ്മത്തി മഥലുൽ മതർ, എന്റെ ഉമ്മത്ത് ഒരു മഴ പോലെയാണ്. പുണ്യനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യുദ്റാ അവ്വലുഹു ഖൈർ അം ആഖിറുഹു ഖൈർ. ഒരു മഴ പെയ്യുമ്പോ ആ മഴയുടെ തുടക്കമാണോ ആ മഴയുടെ അവസാനം പെയ്തതാണോ ഏറ്റവും ഖൈർ എന്നറിയപ്പെടില്ല. രണ്ടും ഖൈറാണ്. എന്റെ ഉമ്മത്തിൽ ഖൈറുണ്ട്. അന്ത്യനാൾ വരെ എന്റെ ഉമ്മത്തിൽ സ്വാലിഹീങ്ങളും സജ്ജനങ്ങളും ഉണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ വിദ്യാർത്ഥിനികളോട് ഒരു സാരോപദേശം മഹാനായ അബൂ നഈം അൽ അസ്ഫഹാനി മാലിക് ഇബ്നു ദീനാർ തങ്ങൾ എന്ന ലോക പ്രശസ്തനായ പണ്ഡിതന്റെ ഒരു വചനം ഉദ്ധരിക്കുന്നുണ്ട്. മഹാനവറുകളുടെ കിതാബിൽ ഹില്യത്തുൽ ഔലിയായിൽ അൽ ആഖിലുൽ കാമിൽ, ബുദ്ധിമാനായ പരിപൂർണനായ ഒരു വ്യക്തി, ഒരു മനുഷ്യൻ, മൻ സ്വലഹ മഅൽ ഫാജിരിൽ ജാഹിൽ, കൂടെ വിവരമില്ലാത്ത തെമ്മാടികളാണ് കൂടെ ജീവിക്കുന്നതെങ്കിൽ പോലും അവർക്കിടയിൽ നല്ലവനായി ജീവിക്കുന്നവനാണ് ഏറ്റവും പരിപൂർണത നേടിയ ബുദ്ധിമതി എന്ന് മഹാനായ മാലിക് ഇബ്നു ദീനാർ. ഇത് സജ്ജനങ്ങൾ വിതറിയ വെളിച്ചമാണ്. ആ വെളിച്ചത്തിന്റെ വഴിത്താരകൾ എന്ന് പറയുന്നത് ഈ ചിന്തകളാണ്. നിങ്ങൾ ഏറ്റവും നല്ല മോളാകുന്നത്, നിങ്ങൾ ഏറ്റവും നല്ല മോനാവുന്നത് നിങ്ങളുടെ കൂടെയുള്ളവർക്ക് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഉണ്ട്, അവർക്ക് മദ്യപാനമുണ്ട്, അവർക്ക് ലഹരിയുടെ അടിമകളാണവർ, തോന്നിവാസം ചെയ്യുന്നവരാണ്, വ്യഭിചാരം ചെയ്യുന്നവരാണ്. എന്നാൽ ഇത് കണ്ടും കേട്ടും അവർക്കിടയിൽ ജീവിക്കുമ്പോഴും ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ ഒരു തീരുമാനമെടുത്തവളാണ് നീ എങ്കിൽ മോളെ, നീ ഏറ്റവും നല്ല ബുദ്ധിമതിയാണ്, പരിപൂർണതയുള്ള മോളാണ്. മോനെ, നീ ബുദ്ധിമാനാണ്, പരിപൂർണതയുള്ള മോനാണ് നീ. പോരെ, ലോകം നന്നായിട്ട് നമുക്ക് നന്നാവാൻ പറ്റില്ല. ഈ കലങ്ങിയ ശിഥിലമായ ചളി പിടിച്ചു കിടക്കുന്ന ഈ പൊടിപടലത്തിനിടയിൽ നിന്നുകൊണ്ട് ശുദ്ധരായി ജീവിക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കണമെങ്കിൽ അവർ സജ്ജനങ്ങളുടെ പാതയിലൂടെ തന്നെ സഞ്ചരിക്കണം. സർവശക്തനായ അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. ഇന്നൽ ഖസ്ലത സ്വാലിഹ തകൂനു ഫിർ റജുലി ഫയസ്ലിഹു അല്ലാഹു ലഹു ബിഹാ അമല. ഒരു സൽക്കർമ്മം നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ, നിത്യമായി കൊണ്ടു നടക്കുന്ന ഒരു നല്ല കാര്യം. നിങ്ങളുടെ കൂട്ടുകാരനെ കാണുമ്പോൾ എടോ നീ നിസ്കരിച്ചോ എന്ന് നീ ചോദിക്കും. ഒരു പക്ഷേ ഞാൻ ഇല്ല എന്നായിരിക്കും പറയാം, നീ എന്നെ വിളിക്കേണ്ടെന്നായിരിക്കും മറുപടി പറയാം. പക്ഷെ നീ ചോദിക്കണം, നീ നിസ്കരിച്ചോ? ഞാൻ നിസ്കരിക്കാൻ പോവാ. ആ ചോദ്യം നീ ചോദിച്ചത് ഒരു 10 കൊല്ലം കഴിഞ്ഞായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. എന്റെ കൂട്ടുകാരനോട് അങ്ങനെ ചോദിക്കുമായിരുന്നല്ലോ. ഡോ നീ വരുന്നുണ്ടോ? ബാങ്ക് കൊടുത്തു, ജമാഅത്ത് തുടങ്ങാനായി, ഞാൻ പള്ളിയിലേക്ക് പോ, നീ വരുന്നുണ്ടോ? നീ പോയിക്കോ, ഞാനില്ല. അതായിരിക്കും നിന്റെ കൂട്ടുകാരന്റെ മറുപടി. നിരാശപ്പെടരുത്, അവനോട് നീ ചോദിക്കണം, അത് നിന്റെ ബാധ്യതയാണ്. ഉണർത്തണം, അത് നിന്റെ ദഅവത്താണ്. അവരെ നീ ക്ഷണിക്കണം, അത് നിന്റെ ഉത്തരവാദിത്തമാണ്. അവർ ഉത്തരം തന്നില്ല എന്ന് വരും, എന്താ കുഴപ്പം? നമുക്ക് ആരും പിടിച്ചോണ്ടിരാൻ പറ്റില്ല. അബൂ ത്വാലിബ് എന്നവർ നബിയുടെ മൂത്താപ്പയാണ്, പുണ്യ നബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ മുസ്ലിമായോ? ഇല്ലെന്നാണ്. എന്തേ? തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സ്വീകരിച്ചിട്ടില്ല. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. Our duty is nothing but to convey it. ഞങ്ങളുടെ ഉത്തരവാദിത്വം നന്മ പറഞ്ഞു തരൽ മാത്രമാണ്. അതാണ് അമ്പിയാക്കന്മാർ പറഞ്ഞത്. ആളെ പിടിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷേ കൂട്ടുകാർ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, തോന്നിവാസം ചെയ്തത് മാത്രമല്ല, അത് ചെയ്യുന്ന ആളുകളെ തിരുത്തി നല്ലവരാക്കാൻ നമ്മുടെ മക്കളുടെ ക്യാമ്പസുകളിൽ നമ്മുടെ മക്കൾക്ക് സാധ്യമാവണം. നമ്മുടെ കുട്ടികൾ പോകുന്ന കോളേജിൽ അവരുടെ കൂടെ മതിമറന്ന് തിമർത്താടുന്ന മക്കളെ ദീനിന്റെ ദഅവത്ത് ചെയ്ത് സജ്ജനങ്ങൾ നല്ല മക്കളായി കൊണ്ടു നടക്കാൻ നമ്മുടെ മക്കളുടെ സാന്നിധ്യം, നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ആൺകുട്ടികൾ പോകുന്നിടത്ത് അവിടുത്തെ മക്കൾ അച്ചടക്കമുള്ള നല്ല മക്കളായി നമ്മുടെ
നമ്മുടെ മക്കളെ കണ്ട് മാറണം. നിങ്ങൾ നന്നാവണമെന്ന് മാത്രമല്ല ഞാൻ പറയാ, നിങ്ങളെ കൊണ്ട് കൂടെയുള്ളവർ നന്നാവുകൂടി ചെയ്താൽ നിങ്ങൾ മുത്തുമണികളാണ്. അള്ളാഹുവിന്റെ കണ്ണിലുണ്ണിയായ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ആത്മശാന്തി പൂണ്ട ശരീരമേ, ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, അല്ലാഹുവിലേക്ക് നീ വരുന്നോ, സന്തോഷത്തോടെ വാ, നിനക്ക് പേടിക്കേണ്ടതില്ല. ഉദ്ഖുലി ഫീ ഇബാദി ഫദ്ഖുലി ജന്നതി, നീ എൻ്റെ സജ്ജനങ്ങളുടെ കൂടെ നീ വാ, എൻ്റെ സ്വർഗ്ഗത്തിലേക്ക് വാ എന്ന് അല്ലാഹു അവരെ വിളിച്ചു പറയുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതൊക്കെ ഒരു പാഠങ്ങളാണ്. ഏറ്റവും വലിയ വഅദ് പറയുന്ന ആൾ, പ്രഭാഷണം നടത്തുന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ അൽ മയ്യിത്ത്, മരിച്ചു കിടക്കുന്ന മനുഷ്യനാണ്. മരിച്ചു കിടക്കുന്ന ഒരു മയ്യത്തിന് പറയാനുള്ളിടത്തോളം അത്രയൊന്നും ഒരാൾക്കും പറയാൻ കഴിയില്ല. ഒരു മരിച്ച മയ്യത്ത് നൽകുന്ന ഒരു സന്ദേശം പോലെ ഒരാശയം ഒരു പ്രഭാഷകനും പറഞ്ഞു ധരിപ്പിക്കാനും കഴിയില്ല. അത് മൗനമായ ഒരു ഭാഷണമാണ്. മരണത്തിന് വിധിക്കപ്പെട്ട ആളുകളെ അവരുടെ സമയമനുസരിച്ച് കൊലക്കയറിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ ബാക്കിലുള്ള വിചാരിക്കും അടുത്തത് ഞാനായിരിക്കും, ഇനി എന്നെ ആയിരിക്കും വിളിക്കുക എന്ന് കാത്തിരിക്കുന്ന പോലെ പരലോകത്തേക്കുള്ളൊരു യാത്രയ്ക്ക് വേണ്ടി നമ്മളൊക്കെ ഊഴം കാത്തിരിക്കുകയാണ് എന്ന് മറന്നു പോകരുത്. പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല, അത് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഒരു പച്ചയായ ഹഖീഖത്താണ്, അല്ലേ? ഇവിടെ വഴിയിൽ പോകുമ്പോൾ ഇവിടെ വലിയൊരു ഹമ്പുണ്ട്, അത് സാധാരണ ഹമ്പിനേക്കാൾ ഇച്ചിരി കൂടുതലാണ്. ഇപ്പോൾ ബൈക്കറ്റ് ഓടിച്ചു പോയെങ്കിൽ മറിഞ്ഞ് വീണേക്കും, അല്ലെങ്കിൽ ആഴമുള്ള കുഴിയുണ്ട് എന്ന് പറയുമ്പോഴേ ഞാൻ പോകുമ്പോഴേക്കും എന്നെ പേടിപ്പിക്കുന്ന കണ്ടോ എന്നാണോ പറയാ? ശ്രദ്ധിക്കാൻ വേണ്ടി പറയല്ലേ. അത് പറഞ്ഞില്ല, അവൻ കൊണ്ടുപോയ കുഴിയിലങ്ങ് വീണാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ വീടും മുമ്പേ അവിടെ കുഴിയുണ്ട് എന്ന് പറഞ്ഞു തരുന്ന പോലെയാണ് ഖുർആൻ പരലോകത്തെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞിരുന്നത്. പേടിപ്പിക്കാനല്ല, നമ്മളെ സമാധാനിപ്പിക്കാനാണ്. ചെന്ന് അബദ്ധത്തിൽ പെട്ടിട്ട് ഇതെന്നോട് ആരും പറഞ്ഞില്ലല്ലോ എന്ന് പറയാതിരിക്കാൻ കാലയെക്കൂട്ടി അറിയിച്ചു. അതിനാണ് പ്രവാചകന്മാർ വന്നത്, ഇതിനാണ് ഖുർആൻ നിത്യവിസ്മയമായി നമ്മുടെ മുമ്പിൽ നിലകൊള്ളുന്നത്. അൽ മഗ്ബൂനു മൻ ഫനിയത അയ്യാമുഹു ബിത്തസ്വീഫ്, ഏറ്റവും വലിയ വഞ്ചിക്കപ്പെടുന്ന ആള് മഹാനായ ശരീഉ സഖതി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹിക്മത്ത് നിറഞ്ഞ വാക്കുകളാണ്. വേർഡ്സ് ഓഫ് വിസ്ഡം, തത്വജ്ഞാനം നിറഞ്ഞ വാക്കുകളാണ്. വഞ്ചിക്കപ്പെട്ടവൻ കാലം മുഴുവനും പിന്നെയാവാം എന്ന് പറഞ്ഞ് നീക്കിക്കളഞ്ഞവനാണ്, നശിപ്പിച്ചു കളഞ്ഞവനാണ്. വൽ മഗ്ബൂതു മൻ തമന്ന സ്വാലിഹൂന മഖാമഹ, ആരാണ് ഏറ്റവും നല്ല ഭാഗ്യവാൻ? ആരാ ഭാഗ്യവാൻ? ലോട്ടറി അടിച്ച ആളാണോ ഭാഗ്യവാൻ? ആരാ ഭാഗ്യവാൻ? ആരാണ് ഭാഗ്യവാൻ? മൻ തമന്ന സ്വാലിഹൂന മഖാമഹ, സജ്ജനങ്ങൾ ഞാൻ അയാളെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ആരെ പറ്റിയെങ്കിലും സജ്ജനങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനാണ് അൽ മഗ്ബൂത്ത്, ഏറ്റവും വലിയ ഭാഗ്യം ചെന്ന ആളുകൾ ആശിക്കപ്പെടുന്ന വിധം ഒരു സ്ഥാനത്തിരിക്കുന്ന ആള്. അൽ മഗ്ബൂതു മൻ തമന്ന സ്വാലിഹൂന മഖാമഹ, നല്ല മനുഷ്യന്മാരെ വിചാരിക്കണം, ഓ ആ മനുഷ്യനെ പോലെ. പെണ്ണുങ്ങൾ വിചാരിക്കുന്നു ആ മഹദിയെ പോലെ, ആ ഒരാളെ പോലെ എനിക്ക് ആവാൻ പറ്റിയെങ്കിൽ എന്ന് സജ്ജനങ്ങൾ ആരെപ്പറ്റി വിചാരിക്കുന്നുവോ ആ മനുഷ്യൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. ഇതിപ്പോ ഞാൻ 2 സെന്റൻസിൽ പറഞ്ഞു തീർത്തു. ഇതായിത്തീരണമെങ്കിൽ വർഷങ്ങളുടെ അധ്വാനമുണ്ട്, അല്ലേ? എളുപ്പമാണോ? അല്ല. എന്നാ സാധ്യമല്ലേ? അസാധ്യമാണോ? ഇമ്പോസിബിൾ ആണോ? സാധ്യമാണ്. അതുകൊണ്ട് നമുക്ക് മഗ്ബൂത്തുകളാകണം, സജ്ജനങ്ങളാൽ ആഗ്രഹിക്കപ്പെടുന്നവർ, നല്ല മനുഷ്യർ മനസ്സുകൊണ്ട് കൊതിക്കണം, ആ മനുഷ്യനെ പോലെ എനിക്കും ആവണം, എനിക്കും ആവാൻ കഴിഞ്ഞെങ്കിലെന്ന്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഇദാ തമന്നാ അഹദുകും ഫൽയൻദുർ മാ യതമന്നാ, നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വെക്കുകയാണെങ്കിൽ, പടച്ചവന്റെ മുമ്പിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ, ഫൽയൻദുർ മാ യതമന്നാ, എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നോക്കണേ. ഞങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, വെറുതെ എന്തെങ്കിലും ഒന്ന് കൊതിച്ചേക്കണ്ട, അതുപോലും നിങ്ങൾ ആലോചിച്ചു ചെയ്യണം.
നിങ്ങൾ കൊതിക്കുന്നത് പോലും ഒന്ന് ആദ്യം ആലോചിക്കണം, എന്താ ഞാൻ പടച്ചവനോട് പറയേണ്ടത്. فلينظر ما يتمنى فإنه لا يدري ما يكتب له من أمنيته. നിങ്ങളുടെ ആഗ്രഹങ്ങളെങ്ങാനും അല്ലാഹു ഫയലിൽ സ്വീകരിക്കുകയാണെങ്കിൽ ആ നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിന്ന് എന്താണ് അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിക്കുന്നത് എന്ന് പോലും നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ഒന്ന് ആലോചിച്ച് ചെയ്യണം. ആഗ്രഹിക്കേണ്ടത് ആലോചിക്കണം. എന്ത് മനോഹരമായ ഹദീസാണിത്. നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ഒന്ന് ആലോചിക്കണം. അല്ലാഹുവിനോട് ആഗ്രഹം ചോദിക്കാം. എന്താ നമ്മൾ ചോദിക്കുക? അല്ലാഹുവിനോട് സല്ലല്ലാഹു ശഅസന അലൈക്കും, ചെരുപ്പിന്റെ വാറ് വരെ മുറിഞ്ഞു പോയാൽ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചോളൂ എന്നാണ്. പിന്നെ പറഞ്ഞു ജന്നത്തുൽ ഫിർദൗസ്, ജന്നത്തുൽ ഫിർദൗസും ചോദിച്ചോളൂ. ഫഇന്നഹു അഅലാഹാ അർശുർ റഹ്മാൻ, ജന്നത്തുൽ ഫിർദൗസിന്റെ മുകൾ ഭാഗം അല്ലാഹുവിന്റെ അർശാണ്, ഉന്നതമായ സ്വർഗ്ഗം. ചെരുപ്പിന്റെ വാറും ഇതിന്റെ ഇടയിലുള്ളത് മുഴുവനും അല്ലാഹുവിനോട് ചോദിക്കാനാണ്, അല്ലേ? ഇതൊക്കെ ചോദിക്കാം. പക്ഷേ അല്ലാഹു തആല നിങ്ങൾ ചോദിക്കുന്നത് ഫയൽ സ്വീകരിക്കും. ദുനിയാവിൽ ഒരാൾ പറയാം, പടച്ചവനെ എനിക്ക് മരിച്ചു പോയിട്ടൊന്നും വേണമെന്നും തോന്നുന്നില്ല, എനിക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ കുറച്ച് സ്ഥിര വസ്തുക്കളോ അല്ലെങ്കിൽ കായംകുളം ടൗണിൽ കുറച്ച് ബിൽഡിങ്ങോ. ഇത് കായംകുളത്തിന്റെ ഭാഗമല്ലേ? 2 കിലോമീറ്റർ കഴിഞ്ഞാൽ കൊല്ലം ജില്ലയല്ലേ? അടുത്ത മാസം 30-ാം തീയതി ഒരു പരിപാടി ഉണ്ടല്ലോ ഇവിടെ, മണപ്പള്ളി. ഞാൻ വിചാരിച്ചത് ഒന്ന് കൊല്ലം ഒന്ന് ആലപ്പുഴ, രണ്ടും തമ്മിൽ അത്യാവശ്യം ദൂരം ഉണ്ടാവുന്നത്. ഇത്ര അടുത്താണ് ഇപ്പോഴേ അറിഞ്ഞത്. അപ്പോ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, പടച്ചവനെ എനിക്ക് ഇന്നതൊക്കെ വേണം. ആഖിറത്തിന്റെ ഇതൊന്നും ചോദിച്ചില്ല എന്ന് വിചാരിക്കുക, എനിക്ക് നാട്ടിൽ കുറച്ച് സെറ്റിൽ ആവാനുള്ള സംഗതികൾ തന്നാ മതി പടച്ചവനെ എന്നൊരാൾ ചോദിച്ചാൽ അള്ളാഹു കൊടുത്തേക്കും. അങ്ങനെ തന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. അല്ലാഹു കൊടുത്തേക്കും. പക്ഷെ പരലോകത്തൊന്നും ഉണ്ടാവില്ല. അപ്പൊ ചോദിക്കേണ്ടത് എന്താണ് എന്ന് ആദ്യം ഒന്ന് ഡിഫൈൻ ചെയ്യണം. എന്താ ചോദിക്കേണ്ടത്? സ്വാലിഹീങ്ങൾ അല്ലാഹുവിനോട് കൃത്യമായും കണിശമായും ചോദിക്കുന്നവരാണ്. ഇന്നത് വേണം റബ്ബേ എനിക്ക്. അങ്ങനത്തെ ചില ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സ്വാലിഹീങ്ങളുടെ ജീവിത വഴിത്താരയിലെ വെള്ളി വെളിച്ചം, അവർ വിതറിയ വെളിച്ചം എന്നതാണ് നമ്മുടെ ശീർഷകം. കുറച്ച് എപ്പിസോഡുകൾ തന്നെ ആ വിഷയവുമായി ചർച്ച ചെയ്യാനുണ്ട്. കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഒരു ആദ്യ ഭാഗം ഞങ്ങൾ ചർച്ച ചെയ്തു. സ്ഥലം ഞാൻ മറന്നുപോയി. എവിടെയായിരുന്നു കഴിഞ്ഞ ആഴ്ച? തൃശ്ശൂർ പുലിക്കണ്ണിയിൽ. അതെ, ചെറുവാളൂർ ഉസ്താദിന്റെ ഉറൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വിഷയം തുടങ്ങി വെച്ചു. അതിന്റെ 2ാം ഭാഗമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സജ്ജനങ്ങളുടെ ചില ചിന്തകൾ, ഒരു സ്വാലിഹായ മനുഷ്യന്റെ ചിന്തകൾ, അവരുടെ ഹിക്മത്ത് ഒരായുഷ്കാലത്തിന്റെ അമലിന്റെ റിസൾട്ടാണ്. ജീവിതകാലം മുഴുവൻ അവർ പഠിച്ചെടുത്തതിന്റെ സത്തയാണ് അവരുടെ ജീവിതത്തിന് കിട്ടുന്ന വെളിച്ചം. അതുകൊണ്ടാണ് സജ്ജനങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം, അവരുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്ന് അല്ലാഹു നമ്മോട് ചൊല്ലാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഹിദായത്ത് മാത്രം തന്നാൽ മതി എന്നാ പറയാ? അല്ലല്ലോ, ഹിദായത്ത് വേണം. പിന്നെന്ത് പറഞ്ഞു? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക്. അവരെ കുറിച്ച് നമ്മൾ അറിയണം, അവരാരായിരുന്നു. താബിഈങ്ങളും സ്വഹാബികളും താബിഈങ്ങളും അയിമ്മത്തുൽ മുജ്തഹിദീൻ അൽ ഉലമാഉൽ ആമിലീൻ, അല്ലാഹുവിന്റെ മുതസവ്വിഫീങ്ങളായ സജ്ജനങ്ങൾ, ഇവരൊക്കെ നമ്മൾ അറിയണം, മനസ്സിലാക്കണം ജീവിതത്തിൽ. അല്ലാഹുവിനോട് ലിഖാ ചോദിക്കണം. അല്ലാഹുവേ നിന്നെ കണ്ട് കണ്ണിന് കണ്ണഞ്ചും വിധം അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്റെ പരിശുദ്ധമായ വജ്ഹിലേക്ക് നോക്കാനൊരു തൗഫീഖ് വേണം റബ്ബേ. അല്ലാഹുമ്മ ലാ തഹ്രിംനാ ലദ്ദത്തൻ നദർ ഇലാ വജ്ഹിക്. അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ വജ്ഹ് കാണാൻ ഞങ്ങൾക്ക് അവസരം നൽകണമേ. അത് ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമാവണം. എന്തിനാ ജീവിക്കുന്നത്? അല്ലാഹുവിനെ കാണണം. എന്തിനാ ജീവിക്കുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. അല്ലാഹു തന്നെ കലീമുല്ലാഹിയോട് പറഞ്ഞു, ലൻ തറാനി, എന്നെ കാണാൻ പറ്റൂല. പിന്നെ എന്ത് ചെയ്യണം? പടച്ചവനെ ആഖിറത്തിൽ വെച്ച് കാണാൻ കഴിയുമെന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റബ്ബിനെ കാണണം.
കാഴ്ച എന്നത് മനുഷ്യന്റെ വലിയൊരു ആഗ്രഹമല്ലേ, ഒരു വികാരമല്ലേ? കാണുക എന്ന് പറയുന്നത് പടച്ചവനെ കാണണം എന്ന ആഗ്രഹത്തിനാണോ നമ്മൾ ജീവിക്കുന്നത്? അതാവണം നമ്മുടെ ലക്ഷ്യം. അപ്പൊ മരിക്കാനും നമ്മൾ പേടിയുണ്ടാവില്ല. മരിക്കാണ്ടിരിക്കുമോ? പേടിച്ചാലും മരിക്കും, പേടിച്ചില്ലെങ്കിലും മരിക്കും. പക്ഷേ കൊതിയോടുകൂടെ മരിക്കുക എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എങ്ങനെ? ആഗ്രഹത്തിലാണ് മരിക്കുന്നത്. എന്തേ? ഞാൻ മരിച്ചുപോയാൽ എന്റെ റൂഹ് എന്റെ നഫ്സിൽ നിന്ന് വേർപിരിഞ്ഞു കഴിഞ്ഞാൽ എന്റെ റൂഹ് സ്വതന്ത്രമാണ്. ആ റൂഹിനെ മലക്കുകളെ കാണാൻ പറ്റും, മലക്കുകളുമായി സംസാരിക്കാൻ എന്റെ റൂഹിന് പറ്റും, ജീവിച്ചിരിക്കുന്ന ലോകവുമായി എന്റെ റൂഹിനെ സംവദിക്കാൻ പറ്റും. അർവാഹുകളും തമ്മിൽ ബന്ധമുണ്ട്. ഇബ്നുൽ ഖയ്യിം തങ്ങളുടെ കിതാബുർ റൂഹ്, ഇബ്നു അബി ദുനിയയുടെ കിതാബുൽ മനാമാത്ത് ഇതൊക്കെ എടുത്തു നോക്കിയാൽ അർവാഹുകളുടെ ലോകത്തിന്റെ മാസ്മരികത നമുക്ക് കണ്ട് അത്ഭുതപ്പെട്ടു പോകും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ലോകമാണോ അത്? അതൊക്കെ അനുഭവിക്കണമെങ്കിൽ മരിക്കണം. മരിച്ചാലേ മരിക്കാൻ വേണ്ടി ദ്വാരക്കരുതെന്നാണ്. മരിക്കുമ്പോ ഈമാൻ കിട്ടാൻ വേണ്ടി ദ്വാരന്നാ മതി. ചില ആളുകളൊക്കെ അങ്ങനെ ദ്വാ ചെയ്തിട്ടുണ്ട്. അതിന്റെ ചില കാരണങ്ങളോ വശങ്ങളൊക്കെ വഴിയെ ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ആഗ്രഹം വേണം, എനിക്ക് അല്ലാഹുവിനെ കാണണം, പുണ്യ നബിയെ കാണണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല, ഹബീബിനെ നാളെ കാണാൻ പറ്റണം. അങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നുണ്ടോ? നമ്മുടെ മക്കൾ, നമ്മൾ അവരാരും വഴിതെറ്റിപ്പോകില്ല. ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ് വഴിതെറ്റിപ്പോകുന്നത്. ഇബ്ലീസ് തട്ടിയെടുക്കുക എളുപ്പമാണ്. കാരണം നമ്മൾ ലക്ഷ്യമില്ലാതെ നടക്കുകയാണ്. ലക്ഷ്യമില്ലാതെ നടക്കുന്ന ഒരാളെ എങ്ങോട്ട് കൊണ്ടുപോകാം? പക്ഷെ ഞാൻ പോകുന്ന ഈ വഴിക്കാണ്, ഞാൻ ബാക്കോട്ടില്ല എന്ന് നമുക്ക് പറയണമെങ്കിൽ നമ്മുടെ ലക്ഷ്യം മുമ്പിൽ വേണ്ടേ? അതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹം പോലും ചിന്തിച്ചു ചെയ്യണം എന്ന് പുണ്യനബി പറയാൻ കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് എന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇമാം ബുഖാരി തങ്ങൾ അദബുൽ മുഫ്രദിൽ, ഇദാ തമന്നാ അഹദുകും ഫൽയൻദുർ മാ യതമന്നാ, നിങ്ങൾ ആരെങ്കിലും ആഗ്രഹം അല്ലാഹുവിനോട് പ്രകടിപ്പിക്കുകയാണെങ്കിൽ ആ ആഗ്രഹം എന്താണെന്ന് ചിന്തിച്ചു ചെയ്യണമേ. ഫഇന്നഹു ലാ യദ്രി മാ യുക്തബു ലഹു മിൻ ഉംനിയതിഹി, നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിന്ന് എന്താണ് അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നത് അല്ലാഹു ഫയലിൽ സ്വീകരിക്കുകയാണെങ്കിൽ അതൊരു ഗുണപ്പെട്ടതായിരിക്കണം നിങ്ങൾ ചോദിക്കേണ്ടത്. അള്ളാഹുവിനോട് കുട്ടികളില്ല, മക്കളെ തരണേ എന്ന് മാത്രം ചോദിക്കരുത്. എന്ത് ചോദിക്കണം? സ്വാലിഹായ മക്കളെ തരണേ പടച്ചവനെ. വീട് തരണേ എന്ന് മാത്രം ചോദിക്കേണ്ട, പടച്ചവനെ റാഹത്തും സന്തോഷവുമുള്ള വീട് തരണമേ എന്ന് ചോദിക്കാം. കൂട്ടുകാരെ നൽകണമേ, അല്ല സ്വാലിഹീങ്ങളായ കൂട്ടുകാരെ നൽകണമേ. ജോലി വേണം, അത് ബാങ്കിലായാലും കുഴപ്പമില്ല, പലിശപ്പണിയാലും കുഴപ്പമില്ല, എനിക്ക് സർക്കാർ ശമ്പളം കിട്ടിയാൽ മതി, അതല്ല ചോദിക്കേണ്ടത്. റബ്ബേ നിനക്ക് പൊരുത്തമുള്ള ഹലാലായ ജോലി, ബാങ്കും പലിശ ഒന്നും എനിക്ക് വേണ്ട റബ്ബേ. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി എന്ന് വിചാരിക്കും, ബാങ്കുകാർ പെട്ടെന്ന് ബുക്കിങ്ങിന് വരും, ഞങ്ങൾക്ക് തരുമോ? ഒരു കറക്റ്റ് റെന്റും തരും. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും മൂല്യന്മാരെ ബാങ്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടോ? മൂപ്പരൊപ്പം കൂടിയിട്ടെങ്കിലും ഇത് വാടക കൊടുത്തേക്കാം. എന്തേ? അത് അല്ല, റിബ അല്ലാഹുവിനോട് ചെയ്യുന്ന യുദ്ധമാണ്. അതിൽ കോംപ്രമൈസ് ഇല്ല. ഖിയാമത്ത് നാളുമ്പോൾ റിബ കൂടുമെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. കുറയുന്നല്ല, കൂടുന്ന. അതിന്റെ ഗുബാറ് പോലും, അതിന്റെ പൊടി പോലും നിങ്ങൾക്ക് അനുഭവിക്കാതെ ജീവിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് റബ്ബേ, പലിശയുമായി ബന്ധപ്പെട്ട ഒരു ഏർപ്പാടിനും ഞാൻ എന്റെ പ്രോപ്പർട്ടി കൊടുക്കൂല. നാട്ടിൽ കൊടുക്കാൻ ഇഷ്ടം പോലെ വേറെ ഉണ്ടല്ലോ, ഞാൻ എന്റെ കൊടുക്കുന്നില്ല, എനിക്കത് വേണ്ട, ആ വരുമാനം എനിക്ക് വേണ്ട. ഇങ്ങനെ ദൃഢനിശ്ചയത്തോടുകൂടെ അള്ളാഹുവിന്റെ തഖ്വയിൽ ജീവിക്കുക. തഖ്വ എന്ന് പറയുമ്പോൾ പള്ളിയിൽ ജുമുഅക്ക് കേൾക്കുന്ന ഒരു വാക്ക് മാത്രം, എന്നോടും അള്ളാഹിന്റെ പടപ്പുകളെ നിങ്ങളോടും അള്ളാഹുവിനെ ഭയപ്പെടണമേ എന്ന് ഞാൻ പറയുകയാണ്. കാരണം ഖതീബ് പറയുന്ന അർത്ഥം അള്ളാഹുവിന്റെ പടപ്പുകളെ നിങ്ങളോട് വസിയത്ത് ചെയ്യട്ടെ, എന്റെ ശരീരത്തോട് തന്നെയും അള്ളാഹുവിനെ ഭയപ്പെടണമേ. അത് സമ്പത്തിൽ ഭയപ്പെടണം, മക്കളിൽ, നമ്മുടെ യാത്രയിൽ, നമ്മുടെ ഇരുത്തത്തിൽ, നമ്മുടെ നാട്ടിൽ, വീട്ടിലൊക്കെ അള്ളാഹുവിനോട് നിങ്ങൾ ആഗ്രഹം പറയുമ്പോൾ ചിന്തിച്ചു ആലോചിച്ചു പറയണമേ. എന്നിട്ട് അള്ളാഹു വലിയൊരു മുതലാളിയുടെ കഥയാണ് നമ്മെ പഠിപ്പിക്കുന്നത് സൂറത്തുൽ ഖസസിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി قال الذين يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون إنه لذو حظ عظيم
فخرج على قومه في زينته. ഖാറൂൻ എന്ന് പറയുന്ന മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ ദൈവനിഷേധിയായ മുതലാളി അയാളുടെ ആഡംബരവും പൊലിമയും നിറഞ്ഞ ജനങ്ങൾക്കിടയിലൂടെ സമ്പത്തും ആർഭാടവും പ്രകടിപ്പിച്ചുകൊണ്ട് അയാൾ പുറത്തേക്കിറങ്ങി. ഖാറൂനിന്റെ പരിവാരങ്ങളോടുകൂടെയുള്ള ഒരു പുറപ്പെടൽ. അയാൾ ജീവിച്ചത് ഈജിപ്തിലാണ്. ഈജിപ്തിലെ ഫയ്യൂം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഖൈറോവിൽ നിന്നൊരു 100 കിലോമീറ്റർ മാറിയിട്ട്. ഹാറൂനിന്റെ കൊട്ടാരവും അയാളുടെ തോട്ടങ്ങളും നിന്നിരുന്ന വലിയൊരു പ്രദേശം ഒന്നാകെ ഭൂമിയിലേക്ക് താഴ്ത്തപ്പെട്ട് അവിടെ ഇന്നൊരു ജലാശയമാണ്. ചെന്ന ഒരു വലിയ ജലാശയമാകാണ്. ഹാറൂൻ ജീവിച്ചു പോയ നാടാണ് ഫയ്യൂം എന്നാണ് സ്ഥലത്തിന് പറയുന്നത്. فخرج على قومه في زينته. സർവ ആഡംബരത്തോടും കൂടെ ഹാറൂൻ തന്റെ ജനങ്ങൾക്കിടയിലേക്ക് പുറപ്പെട്ടു. ആളുകൾ ഇങ്ങനെ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുക. قال الذين يريدون الحياة الدنيا. പൈസ വേണം, കാശ് വേണം എന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകൾ. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് കാശ് വേണം, ജീവിതത്തിൽ അടിച്ചു പൊളിക്കണം, എനിക്ക് സമ്പത്ത് വേണം എന്ന് മാത്രം ചിന്തിക്കുന്നവർ അവരെന്ത് പറഞ്ഞു? യാ ലൈത ലനാ മിഥ്ല മാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദൂ ഹദ്ദിൻ അദീം. ഖാറൂനിന് നൽകപ്പെട്ടതുപോലത്തത് ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ അയാൾ എത്ര നല്ല ഭാഗ്യവാൻ എന്ന് പൈസ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും പറയാൻ തുടങ്ങി. ഓ, എന്താണ് വരവല്ലേ, എന്താണ് വാഹനം, എന്തൊക്കെയാണ് പരിവാരങ്ങൾ, എന്തൊക്കെ ആഭരണങ്ങളാണ് കൂടെ. ഹാറൂനിന് നൽകപ്പെട്ടതുപോലെ ഞങ്ങൾക്കും വേണമെന്ന് ഭൗതികത ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും പറഞ്ഞു. വിശുദ്ധ ഖുർആൻ. മുനിങ്ങളെ, ഇത് ഈ ലോകത്ത് നമ്മുടെ മനസ്സിൽ നടക്കുന്ന ചില മെന്റൽ ക്ലാഷുകൾ ഉണ്ടാവും. അതിനുള്ള പരിഹാരമാണ് ഈ ആയത്ത്. പെട്ടെന്ന് ഗൾഫിലേക്ക് പോയി, അല്ലെങ്കിൽ പെട്ടെന്നൊരു ബിസിനസ് അങ്ങ് ഫ്ലറിഷ് ചെയ്ത് ഉഷാറായി ഒരാൾ സമ്പന്നനായി മാറുമ്പോഴേ അയാൾക്കത് ലഭിച്ചത് ഹലാലിൽ നിന്നാണോ അല്ലയോ എന്ന് പോലും നമ്മൾ ചിന്തിക്കാൻ നേരമില്ല. നമ്മൾ അയാളുടെ പിന്നാലെ ഓടും. ഒരുപക്ഷെ മൂപ്പരെ പിടിച്ച് പള്ളിന്റെ ഖജാഞ്ചിയാക്കും. അയാളത് ഉണ്ടാക്കിയത് വട്ടിപ്പലിശ ഉണ്ടായിരിക്കും. പറ്റുമോ നമുക്ക്? അല്ലെങ്കിൽ അറബിയെ കുളിപ്പിച്ച് കിടത്തിയതായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകും. നമ്മൾ പെട്ടെന്ന് പൈസക്കാരനാവട്ടെ, ഖജാഞ്ചി മൂപ്പര് എങ്ങനെ ഉണ്ടാക്കിയതാണിത് ചിന്തിക്കൂല. ചിന്തിക്കണം. അയാൾ പള്ളിക്ക് വേണ്ടി 100 ചാക്ക് സിമെന്റ് എന്റെ വക എന്ന് പറഞ്ഞാൽ ആ സിമെന്റിന്റെ കാലി ഖബർ പോലും ഞങ്ങൾ സ്വീകരിക്കൂല എന്ന് പറയണം. അതിന്റെ ചങ്കൂറ്റം വേണം പള്ളിയുടെ ഭരണകർത്താക്കൾ. പറ്റില്ല എന്നാണ്. യാ ലൈത ലനാ മിഥ്ല മാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദൂ ഹദ്ദിൻ അദീം. ഇയാൾ എത്ര വലിയ ഭാഗ്യവാനാണ് എന്ന് ഖാറൂനിന്റെ വാഹനങ്ങളെ കണ്ടപ്പോൾ, വാഹന വ്യൂഹത്തെ കണ്ടപ്പോൾ, അയാളുടെ സമ്പൽ സമൃദ്ധി കണ്ടപ്പോൾ പൈസ മാത്രം ചിന്തിക്കുന്ന ആളുകൾ പറഞ്ഞുപോയി, യാ ലൈത ലനാ, ഞങ്ങൾക്കും അതുപോലെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. وقال الذين اوتوا العلم. ഇൽമ നൽകപ്പെട്ട ആളുകൾ. കാഞ്ഞിപ്പുഴ ഇൽമിന്റെ നാടാണ്. പഴയകാലത്തെ 2ാം പൊന്നാനി എന്നൊക്കെ അറിയപ്പെട്ട പ്രദേശമാണിതെന്നാണ് എൻ്റെ അറിവ്. അത്രയും വലിയ ആലിമീങ്ങളൊക്കെ പഠിച്ചുപോയ ഇൽമിന്റെ പ്രസരിപ്പുള്ള ഒരു നാടാണ്. ഒരുപാട് പണ്ഡിതന്മാർ പഠിച്ചുപോയ നാടാണിത്. ഇൽമ നൽകപ്പെട്ട ആളുകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നൽകപ്പെട്ട ആളുകൾ, അവർ പാവങ്ങളായിരുന്നു, കാശില്ലാത്തവരായിരുന്നു. അവരുടെ നാവിൽ നിന്ന് ഒരിക്കലും വന്നില്ല ഞങ്ങൾക്കും ഖാറൂനിനെ പോലെ ഉണ്ടായിരുന്നെങ്കിലെന്ന് അവർ പറഞ്ഞില്ലെന്നു മാത്രമല്ല, ഞങ്ങൾക്കതുപോലെ വേണം എന്ന് പറഞ്ഞവരെ ഇവരെ തിരുത്തുകയാണുണ്ടായത്. അല്ലാഹു പറയട്ടെ, വഖാലല്ലദീന ഊതുൽ ഇൽം. ഇൽമ നൽകപ്പെട്ട ആളുകൾ പറഞ്ഞു, ഐലക്കും, ജനങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ നാശം, നിങ്ങൾ ഇവനെ പോലെ ആവണമെന്ന് കൊതിക്കുകയാണോ? സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സ്വാലിഹാ.
അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലമല്ലയോ ഈ ലോകത്തിന്റെ ആർഭാടങ്ങളെക്കാളൊക്കെ ഏറ്റവും നല്ലത്? അള്ളാഹു നൽകുന്ന പ്രതിഫലമല്ലേ? സജ്ജനങ്ങളായി ജീവിക്കാൻ കഴിയുക എന്നതല്ലയോ ഏറ്റവും വലിയ സൗഭാഗ്യം? എന്തല്ല, കാശുണ്ടായി കാണലല്ല, ഹലാലായ പൈസയാണ്. കുഴപ്പമില്ലേ? നിഅമൽ മാലു സ്വാലിഹ് ഇൻദ റജുലി സ്വാലിഹ്. സ്വാലിഹായ ഒരു മനുഷ്യന്റെ കയ്യിൽ സ്വാലിഹായ സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ടാകുന്നത് നല്ലത് തന്നെ എന്ന് പുണ്യനബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? അവരാ പൈസ കൊണ്ട് അഹങ്കരിക്കൂല. അവര് ചുറ്റുവട്ടത്തുമുള്ള ആളുകൾക്ക് എന്റെ സമ്പത്തിൽ അവകാശമുണ്ട് എന്ന് വിചാരിക്കുന്നവരാണ്. അവര് ദാനധർമ്മം ചെയ്യും, അവര് പാവപ്പെട്ടവരെ സംരക്ഷിക്കും. അത് ഖൈറാണ്. പിഷ്കനായ ഒരു മനുഷ്യന്റെ കൈ കിട്ടിയിട്ട് എന്താ കാര്യം? وقال الذين أوتوا العلم ويلكم ثواب الله خير لمن آمن وعمل صالحا ولا يلقاها إلا الصابرون. ആ വാക്കാണ് ഏറ്റവും വലിയ ആശയം നൽകുന്ന ഒരു ഭാഗം ഈ ആയത്തിലെ. ولا يلقاها إلا الصابرون. ഖാറൂനിന് നൽകപ്പെട്ട സമ്പൽ സമൃദ്ധിയെക്കാളും ഏറ്റവും നല്ലത് 5 വക്ത് നിസ്കാരവും ഖുർആൻ ഓതുന്നതും ദിക്ർ ചൊല്ലുന്നതും സ്വലാത്ത് ചൊല്ലുന്നതും മജ്ലിസുൻ നൂറിൽ ഇരിക്കുന്നതും സ്വലാത്തിന്റെ മജ്ലിസിൽ പോയി ഇരിക്കുന്നതും ദാനധർമ്മം ചെയ്യുന്നതും നാവ് കൊണ്ട് ദിക്ർ ചൊല്ലുന്നതും ഇതൊക്കെയാണ് എന്ന് പറയുമ്പോഴും വലാ യുലഖാഹാ ഇല്ലസ് സ്വാബിറൂൻ. നല്ല ക്ഷമയുള്ളവർക്കേ അത് ഉൾക്കൊള്ളാൻ കഴിയൂ. എല്ലാത്തവരും പറയും എന്നാലും കുറച്ച് പൈസ അതിന്റെ പകുതിന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു പോകും അല്ലേ? എങ്ങനെയാണെങ്കിലും എങ്ങനെ ഉണ്ടാക്കിയതാണെങ്കിലും എനിക്കും കുറച്ച് തരാമായിരുന്നില്ലേ പടച്ചവനെ? അവന് കിട്ടിയതുപോലെ അതിന് പകുതിയെങ്കിലും എനിക്ക് തന്നൂടായിരുന്നോ എന്ന് പറയാതെ ദാരിദ്ര്യത്തിലാണെങ്കിലും ഞാൻ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവനാണല്ലോ, അൽഹംദുലില്ലാഹ്. ഹലാലായ സമ്പാദ്യം തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ പറയേണ്ടതാണ്. അത് ഹറാമു കൂടിയാണെങ്കിൽ നാളെ പൊട്ടിക്കരഞ്ഞു പോകും സമ്പത്തിന്റെ വിചാരണ തുടങ്ങുമ്പോൾ. അതുകൊണ്ട് റബ്ബേ, ദാരിദ്ര്യമുണ്ടെങ്കിലും ഞാനൊരു മുഅ്മിനാണല്ലോ എന്ന തിരിച്ചറിവുണ്ടാകുന്നത് അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ കഴിയൂ. ആണും പെണ്ണും അങ്ങനെയാണ്, ഭാര്യയും അങ്ങനെ ചിന്തിക്കണം.